പുനലൂർ നഗരസഭയിൽ വിവാദങ്ങൾ കെട്ടടങ്ങുന്നില്ല. കൗൺസിൽ ഹാളിൽ നിന്നും പുതിയ കസേരകൾ പണം നൽകാത്തതിന്റെ പേരിൽ കസേരകൾ നൽകിയ സ്ഥാപനം തിരികെ കൊണ്ടുപോയ സംഭവത്തിലാണ് ഇപ്പോൾ വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളുടെ പ്രധാന ചർച്ചാ വിഷയമായും ട്രോളുകളായും പുനലൂർ നഗരസഭയിലെ കസേര പ്രശ്നം മാറിയിരിക്കുന്ന സാഹചര്യത്തിലാണ് പുനലൂർ നഗരസഭയിലെ കൗൺസിലർമാർക്ക് ഇരിക്കാൻ കറങ്ങുന്ന കസേരയില്ലെന്ന പരാതി തീർക്കാൻ DMK പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റി രംഗത്തെത്തിയത്. കസേരകളിൽ കറങ്ങാനും മറ്റുള്ളവരെ കറക്കാനും ഇഷ്ടപ്പെടുന്ന കൗൺസിലർമാർ ആദ്യം നിലത്ത് കാലുറപ്പിച്ച് ഇരിക്കാൻ പഠിക്കട്ടെ എന്ന് പരിഹസിച്ച് സ്റ്റൂളുകളുമായിട്ടാണ് DMK പുനലൂർ മുനിസിപ്പൽ കമ്മിറ്റി പുനലൂർ നഗരസഭ കൗൺസിൽ ഹാളിന് മുന്നിൽ എത്തിച്ചേർന്നത്. തുടർന്ന് കൗൺസിൽ അംഗങ്ങൾക്ക് പുതിയ ഇരിപ്പിടം എന്ന നിലയിൽ സ്റ്റൂളുകൾ സംഭാവനയായി സമർപ്പിച്ചു. DMK ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PK ബാബുവിന്റെ നേതൃത്വത്തിലാണ് പരിപാടികൾ നടന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റിയിൽ നാം തിരഞ്ഞെടുത്ത് അയക്കപ്പെട്ട കുറേ കൗൺസിലർമാർ ഇപ്പോൾ കസേരയില്ലാതെ അവർ നിൽക്കുകയാണ്. അവർക്ക് ഇരിപ്പിടം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി ഏതാണ്ട് 3-4 മാസം ബാക്കി നിൽക്കെ അവർക്ക് ഇരിക്കാൻ കസേര പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ താൽക്കാലിക കസേര കൊടുക്കുന്നത്. ഇരുന്ന് ബാക്കിയുള്ളതും കൂടെ എടുത്തുകൊണ്ട് പോയിട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 10 കസേരയാണ് ഇവിടെ ഇവർക്ക് സംഭാവനയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അവർ 35 പേരുണ്ട്. 35 പേരാകുമ്പം ഒരു 3-3.5 വെച്ചൊക്കെ ഇരുന്നെങ്കിലേ ഇതിനകത്ത് നടക്കും. അപ്പോൾ വണ്ണമില്ലാത്തവർ 3 പേരും അല്ല 4 പേരും, വണ്ണമുള്ളവർ 3 പേരും ഇരിക്കട്ടെ. അങ്ങനെ ഇരുന്ന് തൽക്കാലം ബാക്കിയുള്ളതും കൂടെ ഭരിച്ചിട്ട് ഉള്ളതും കൂടെ എടുത്തുകൊണ്ട് ഇറങ്ങിപ്പോകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ മുനിസിപ്പാലിറ്റി ഇത്രയും നശിച്ച ഒരു ഭരണം മുൻപെങ്ങും ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഇതുപോലെ ഒരു മുനിസിപ്പാലിറ്റി ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. കഴിഞ്ഞ അടുത്ത കാലത്തൊക്കെ ഇവിടുത്തെ ഭരണത്തെക്കുറിച്ച് വിലയിരുത്തിയപ്പോൾ, വിജിലൻസ് അന്വേഷിച്ചപ്പോൾ ഇവിടെ മിനിസ്റ്റർ പോലും എഴുതാതെയാണ് ഇവര് ഭരണം നടത്തിക്കൊണ്ടുപോകുന്നത്. പണങ്ങൾ അവർ തട്ടി എല്ലാവരുടെയും പോക്കറ്റിലാക്കിയിട്ട് ആരെങ്കിലും ചോദിക്കുമ്പോൾ അപ്പോഴൊരു മിനിസ്റ്റർ എഴുതി കൊടുത്ത് കാര്യം തടി തപ്പുന്ന ഏർപ്പാടിലേക്ക് നീങ്ങിയിരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റിക്ക് താൽക്കാലികമായിട്ട് അവർ ബാക്കി കൂടെ ഇരുന്ന് ഭരിച്ചിട്ട് ഇറങ്ങിപ്പോകണമെന്നാണ് DMKക്ക് പറയാനുള്ളത്. ഇതിവിടെ ആവർത്തിക്കാൻ പാടില്ല. വരുന്ന തിരഞ്ഞെടുപ്പിലായാലും ഇതിൻ്റെ മുൻപോട്ടുള്ള പോക്കിൽ ഈ മുന്നണിക്ക് ഒരിക്കലും ഭരിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ്. തുടർന്ന് DMK അംഗങ്ങൾ പാർട്ടി നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. എന്നാൽ DMK പ്രവർത്തകർ പിരിഞ്ഞു പോയതിനു ശേഷം അടിയും കിട്ടി തുണി പോയി എന്ന അവസ്ഥയിലായി ഭരണകക്ഷി കൗൺസിലർമാർ. പിന്നീട് നടന്നത് കേരള നിയമസഭയിൽ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കസേര കളിയുടെ ഒരു ഓർമ്മപ്പെടുത്തൽ. കൗൺസിലർ D ദിനേശിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാർ DMKയുടെ സംഭാവന സ്റ്റൂളുകൾ പന്ത് തട്ടുന്ന ലാഘവത്തോടെ കാലുകൊണ്ട് തട്ടിയെറിയുകയായിരുന്നു.
മുനിസിപ്പാലിറ്റി ആവശ്യങ്ങൾ കാണാൻ വേണ്ടി അവരെല്ലാം വെളിയാണ് പുറത്തറിയാം. അകത്തകത്ത് हमारे कैसे ഇത് പിന്നെ കസേര പുറത്തിറങ്ങി ഇവിടെയും തീർന്നില്ല. വളരെ നന്നായി ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും റണ്ണൌട്ടാക്കിയ DMK പ്രവർത്തകർക്ക് ഒരു ഗപ്പ് കിട്ടിക്കോട്ടെ എന്ന് കരുതി നഗരസഭയിലേക്ക് അതിക്രമിച്ച് കയറി എന്ന പേരിൽ തേർഡ് അമ്പയറുടെ ശ്രദ്ധ ക്ഷണിക്കലിനായി പുനലൂർ പോലീസിൽ ഒരു പരാതി നൽകി. അതേസമയം ഇനിയും കൂടുതൽ ടീമുകൾ കളിക്കായി ഗ്രൗണ്ടിൽ ഇറങ്ങുമോ എന്നാണ് പുനലൂർ നഗരസഭാ ഭരണകക്ഷി അംഗങ്ങൾ ഉറ്റുനോക്കുന്നത്. Fox TV News, പുനലൂർ.